അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏവർക്കും ഖുർആൻ വസന്തം എന്ന ചാനലിലേക്ക് സ്വാഗതം. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. വിശുദ്ധ ഖുർആനിലെ 4-ാം അധ്യായമായ സൂറത്തുൻ നിസായിലെ 42 വരെയുള്ള ആയത്തുകളാണ് നാം ഇന്നലെ വരെ പാരായണം ചെയ്യുകയും ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കുകയും ചെയ്തത്. എന്തായിരുന്നു 42-ാമത്തെ ആയത്തിൽ ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയത്? സത്യനിഷേധികളാവുകയും റസൂലിനോട് വ്യതിചരിച്ച് നടക്കുകയും ചെയ്തവർ അന്ന് ഭൂമി തങ്ങളെയും ഇട്ട് നിരപ്പാക്കപ്പെട്ടിരുന്നെങ്കിൽ, അതായത് തങ്ങൾ മണ്ണിനടിയിലായിരുന്നെങ്കിൽ എന്ന് കൊതിച്ചു പോകും. അതായത് ഞങ്ങൾ മണ്ണായി പോയാൽ മതിയായിരുന്നു എന്ന് കൊതിച്ചു പോകുന്ന ഒരു സമയം വരുമെന്നാണ്. അള്ളാഹുവിനോട് ഒരു കാര്യവും ഒളിപ്പിച്ചു വെക്കാൻ അവർക്ക് സാധിക്കുകയുമില്ല. പരലോകത്തെ ഭീകരതയെയും അള്ളാഹുവിൻ്റെ വിചാരണയെയും കുറിച്ചാണ് ഈ സൂക്തം പറയുന്നത്. അള്ളാഹുവിനെയും പ്രവാചകനെയും അനുസരിക്കാത്തവർക്ക് പരലോകത്തുണ്ടാകുന്ന കടുത്ത ഖേദമാണ് ഇതിൽ വ്യക്തമാക്കുന്നത്. വിചാരണാവേളയിൽ തങ്ങൾ ജീവനില്ലാത്തവരും മണ്ണായിരുന്നെങ്കിൽ എന്ന് അവർ ആഗ്രഹിക്കുമെന്നാണ് ഇന്നലെ നമ്മൾ അവസാനമായി പറഞ്ഞു നിർത്തിയത്. ഇൻഷാ അള്ളാഹ് നമ്മൾ 43-ാമത്തെ ആയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. എന്താണ് 43-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത്? നമുക്കൊന്ന് കേട്ടു നോക്കാം. يا أيها الذين آمنوا لا تقربوا الصلاة وأنتم سكارى حتى تعلموا ما تقولون ولا جنبا إلا عابري سبيل حتى تغتسلوا وإن كنتم مرضى أو على سفر أو جاء أحد منكم من الغائط أو لامستم النساء فلم تجدوا ماء فتيمموا صعيدا طيبا فامسحوا بوجوهكم وأيديكم إن الله كان عفوا غفورا. അപ്പോൾ എന്താണ് 43-ാമത്തെ ആയത്തിന്റെ അർത്ഥം? ഹേ സത്യവിശ്വാസികളെ, നിങ്ങൾ ലഹരി ബാധിച്ചവരായിരിക്കുമ്പോൾ നിങ്ങൾ പറയുന്നത് എന്തെന്ന് ബോധ്യമാകുന്നത് വരെ നമസ്കാരത്തെ സമീപിക്കരുത്. നിങ്ങൾ യാത്രയിലൊഴികെ വലിയ അശുദ്ധിയുള്ളവരായിരിക്കുമ്പോൾ കുളിക്കുന്നത് വരെയും നമസ്കാരത്തെ സമീപിക്കരുത്. ഇനി നിങ്ങൾ രോഗികളാവുകയോ യാത്രയിലാവുകയോ അല്ലെങ്കിൽ നിങ്ങളിൽ ഒരാൾ മലമൂത്ര വിസർജനം നടത്തി വരികയോ അല്ലെങ്കിൽ നിങ്ങൾ സ്ത്രീകളുമായി സംസർഗം പുലർത്തുകയോ ചെയ്താൽ, എന്നിട്ട് നിങ്ങൾക്ക് വെള്ളം കിട്ടിയില്ലെങ്കിൽ ശുദ്ധിയുള്ള മണ്ണിലേക്ക് തിരിയുക, അതായത് തയമ്മം ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ മുഖങ്ങളും കൈകളും തടവുക. തീർച്ചയായും അള്ളാഹു ഏറെ മാപ്പ് നൽകുന്നവനും പൊറുക്കുന്നവനുമാകുന്നു. എന്താണ് ഈ ആയത്തിന്റെ പശ്ചാത്തലം? ഈ സൂക്തം ഇസ്ലാമിലെ ചില നിയമങ്ങൾ വ്യക്തമാക്കുന്നതാണ്. മദ്യം പൂർണ്ണമായി നിരോധിക്കുന്നതിന് മുമ്പുള്ള ഘട്ടത്തിലാണ് ഈ വചനം ഇറങ്ങിയത്. നമസ്കാര സമയത്ത് ലഹരി ഉപയോഗിക്കുന്നത് ഇതുവഴി തടഞ്ഞു. കൂടാതെ വലിയ അശുദ്ധിയിൽ നിന്നുള്ള ശുദ്ധീകരണത്തെക്കുറിച്ചും വെള്ളം ലഭ്യമല്ലാത്ത സാഹചര്യത്തിൽ മണ്ണുപയോഗിച്ച് ശുദ്ധീകരിക്കുന്ന രീതിയെക്കുറിച്ചും, അതായത് തയമ്മം, ഇതിൽ പ്രതിപാദിക്കുന്നു. എന്താണ് ഇനി 44-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയുന്നതെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. എന്താണ് 44-ാമത്തെ ആയത്ത്? ألم تر إلى الذين أوتوا نصيبا من الكتاب يشترون الضلالة ويريدون أن تضلوا السبيل. എന്താണ് 44-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു തആല വ്യക്തമാക്കുന്നത്? വേദഗ്രന്ഥത്തിൽ നിന്ന് ഒരു വിഹിതം നൽകപ്പെട്ടവരെ നീ കണ്ടില്ലേ? അവർ ദുർമാർഗം വിലക്ക് വാങ്ങുകയും നിങ്ങൾ നേർവഴിയിൽ നിന്ന് തെറ്റിപ്പോകാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഇതുണ്ടായ പശ്ചാത്തലം എന്താണെന്നറിയുമോ? മദീനയിലുണ്ടായിരുന്ന യഹൂദന്മാരിൽ, അതായത് ജൂതന്മാരിൽ ചിലരെ കുറിച്ചാണ് ഈ സൂക്തത്തിൽ പരാമർശിക്കുന്നത്. മുൻവേദങ്ങൾ ലഭിച്ചിട്ടും അവർ സത്യം മറച്ചു വെക്കുകയും സത്യവിശ്വാസികളെ നേർമാർഗത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്ന സാഹചര്യത്തെ ഈ ആയത്ത് ചൂണ്ടിക്കാണിക്കുന്നു. അടുത്തതായി സുഹൃത്തുക്കളെ 45-ാമത്തെ ആയത്ത് കൂടി നമുക്കൊന്ന് കേൾക്കേണ്ടതുണ്ട്. എന്താണ് 45-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു വ്യക്തമാക്കുന്നത്? നമുക്കൊന്ന് കേട്ടു നോക്കാം. വല്ലാഹു അഅലമു ബിഅഅദാഇകും വകഫാ ബില്ലാഹി വലിയ്യൻ വകഫാ ബില്ലാഹി നസീറാ. അള്ളാഹു
അള്ളാഹു നിങ്ങളുടെ ശത്രുക്കളെ പറ്റി നന്നായി അറിയുന്നവനാകുന്നു. ഒരു രക്ഷാധികാരിയായി അള്ളാഹു മതിയാകും, ഒരു സഹായിയായി അള്ളാഹു മതിയാകും. സത്യവിശ്വാസികൾക്ക് ആശ്വാസവും ധൈര്യവും നൽകുന്ന വചനമാണിത്. നിങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്ന ശത്രുക്കളുടെ എല്ലാ തന്ത്രങ്ങളും അള്ളാഹു അറിയുന്നുണ്ടെന്നും അവനിൽ മാത്രം ഭരമേൽപ്പിച്ചാൽ അവൻ ഏറ്റവും നല്ല സംരക്ഷകനും സഹായിയുമായിരിക്കുമെന്നും അള്ളാഹു തആല നിങ്ങൾക്ക് ഉറപ്പു നൽകുകയാണ് ചെയ്യുന്നത്. ഇത്രയും ആയത്തുകളാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് അടുത്ത ഭാഗവുമായിട്ട് കാണാം. എല്ലാവരും കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനാണ്. ആരെങ്കിലും ഒരാൾ ഇത് കേട്ടിട്ട് എന്തെങ്കിലും അവരുടെ മനസ്സുകളിൽ എന്തെങ്കിലും ഒരു വ്യതിചലനം ഉണ്ടാവുകയാണെങ്കിൽ നാം ഏവർക്കും ഇതിൻ്റെ പ്രതിഫലം കിട്ടുമെന്ന നീയത്തോടെ എല്ലാവരിലേക്കും ഷെയർ ചെയ്യണമേ എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. വാഹിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.